ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ പദ്ധതികൾ അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ജില്ലയിലെ മുഴുവൻ MLA-മാരെയും ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിൽ കയ്പമംഗലം മണ്ഡലത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ട പദ്ധതികളെക്കുറിച്ച് ET ടൈസൺ MLA വിശദീകരിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ 60% പണി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. എറണാകുളം നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന തീരദേശവാസികളുടെ സ്വപ്ന പദ്ധതിയായ ഈ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തണമെന്ന് MLA ചൂണ്ടിക്കാട്ടി. തീരദേശ നിയോജക മണ്ഡലമായ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കടലേറ്റവും അതുമൂലം ഒട്ടനവധി ദുരിതങ്ങളും തീരദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം എറിയാട്, എടവലങ്ങ് പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ടെട്രോപാഡ് വിരിച്ച് കടലേറ്റം തടയുന്നതിന് ആവശ്യമായ പഠനവും മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. 2022-23 സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയതും നിരവധി ആലോചനാ യോഗങ്ങൾ നടന്നതുമായ ഈ പ്രവൃത്തി എത്രയും വേഗം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കൂടാതെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാവുന്ന നാട്ടിക കുടിവെള്ള പദ്ധതി ഭരണാനുമതിയും മറ്റ് പ്രാരംഭ നടപടികളും തുടങ്ങിയിട്ടുള്ളതാണ്. ഈ പദ്ധതി നിർവഹണത്തിനായി സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനം ഉണ്ടാവുകയും എത്രയും വേഗത്തിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന അഴീക്കോട് മേഖലയിൽ ഇവരുടെ മത്സ്യം വിപണനം നടത്തുന്നതിനായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ ആരംഭിക്കുകയും പിന്നീട് സാങ്കേതിക പ്രശ്നത്തിൽ നിലച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങളും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികളും വിശദമായി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നും ET ടൈസൺ MLA മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിച്ചു. +1, +2 ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിംഗ്, റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ NEET, JEE എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഇനി ഒട്ടും പേടിക്കണ്ട. മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. അബ്രോഡ് സ്റ്റഡീസിനായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ. We provide excellent library, expert faculties, regular exams, online, offline and hybrid classes with well-furnished digital AC classroom. നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം.